നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഡോക്ടർ സ്ലംബ് എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഹീറോ ഒരു ട്രക്കൊക്കെ ആയിട്ട് ഹീറോയിന്റെ വീട്ടിൽ വരും. അവളുടെ വീട്ടിലല്ല, അവളുടെ വീട്ടിന്റെ മണ്ടയിൽ ഒരു റൂമുണ്ട്. അത് ഹീറോ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഹീറോന്റെ വീടും കാറും സ്വത്തുക്കളും എല്ലാം വിറ്റിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. കാരണം അവന് പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ്, മറ്റേ ആ സ്ത്രീയെ കൊന്നെന്ന് ആരോപിച്ചത് കൊണ്ട് തന്നെ. ഹീറോ വിഷമിച്ച് റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ കുറെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണ്. അപ്പോഴായിരിക്കും ഹീറോന്റെ ഫോണിലോട്ട് അവന്റെ അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് എന്താ പറയുന്നതെന്ന് അറിയാമോ? മോന് സുഖാണോന്നല്ല, ഹീറോന്റെ അച്ഛൻ എന്തോ ഒരു കാര്യത്തിന് മത്സരിക്കാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ഹീറോ കാരണം അതിന്റെ റെപ്യൂട്ടേഷൻ കളയാൻ പാടില്ല എന്ന്. ഇതെല്ലാം കൂടെ ആയപ്പോൾ ഹീറോ ടെറസിൽ വന്ന് നിന്ന് വിഷമിച്ച് കരയുകയാണ്. ഈ കരയുന്ന സമയത്തായിരിക്കും ഹീറോയിൻ നീ ആരാന്ന് ചോദിച്ച് അടുത്തോട്ട് വരുന്നത്. രണ്ടുപേരും രണ്ടാൾക്കാരും കണ്ടു ഞെട്ടും. ഹീറോയിൻ സമാധാനമായിട്ട് ബിയർ അടിക്കാന്ന് പറഞ്ഞ് ടെറസിൽ കയറി വന്നതാണ്. എന്നാൽ കണ്ടതോ പഴയ ആജന്മ ശത്രുവിന്. അപ്പോഴായിരിക്കും ഹീറോയിന്റെ ഒരു ബ്രാ പറന്നു വന്ന് അവന്റെ മണ്ടയ്ക്ക് വീഴുന്നത്. ഹീറോയിൻ പറയും ഇതെന്റെ ബ്രായല്ല, ഞാൻ ബ്രാ ധരിക്കാറില്ല, ഇതെന്റെ അമ്മയുടെയാണെന്ന്. അതും പറഞ്ഞ് അവൾ ആ ബ്രാ എടുത്ത് ബാഗിലിടും. അത് കഴിഞ്ഞ് ഹീറോ ഫോൺ എടുത്ത് ഹീറോന്റെ കൂട്ടുകാരൻ ഡോക്ടറിനെ വിളിക്കും. ഈ കൂട്ടുകാരനാണ് ഇവൻ ഈ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. കൂട്ടുകാരൻ അറിയാമായിരുന്നു ഇത് ഹീറോയിന്റെ വീടാണെന്നുള്ള കാര്യം. കൂട്ടുകാരൻ ചോദിക്കുന്നത് ഇത് നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ, എന്താ പ്രശ്നമെന്ന്. എന്നാൽ ഹീറോ ഇതെന്റെ ഫസ്റ്റ് ലവ് ഒന്നുമല്ല, അവൾ എന്റെ ശത്രുവാണെന്ന് പറയും. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് അവൾ അഡ്ജസ്റ്റ് ചെയ്യും, അത് എനിക്ക് വീടായിട്ട് കിട്ടിയുള്ളെന്ന് കൂട്ടുകാരൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഈ നേരം കൊണ്ട് ഹീറോയിൻ താഴെ ഇറങ്ങി വരും. അപ്പോഴേക്കും കൂട്ടുകാരി അങ്ങോട്ട് വന്നു. കൂട്ടുകാരിയാണ് ഹീറോയിന്റെ അമ്മയ്ക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ സഹായിച്ചത്. കൂട്ടുകാരി മറ്റേ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹീറോയ്ക്ക് ഈ വീട് വാടകയ്ക്ക് കിട്ടിയിട്ടുള്ളത്. കൂട്ടുകാരിയാണ് വാടകക്കാരനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയാണ് വാടകക്കാരൻ. കൂട്ടുകാരിയോട് വന്ന് ഹീറോയിൻ ചൂടാവുകയാണ്. നീ എന്തിനാണ് ഇവൻ ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട്. ഈ വീട് കുറെ നാളായിട്ട് വാടകയ്ക്ക് കൊടുക്കാതെ ആരും വരാതെ കിടന്നെയാണ്. പിന്നെ ആരെങ്കിലും വന്ന് താമസിച്ചോട്ട് റെന്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടുകാരി ഹീറോയിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളത്. കൂട്ടുകാരൻ ഡോക്ടറിനോട് പറഞ്ഞു. കൂട്ടുകാരൻ ഡോക്ടർ ഹീറോയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഹീറോയിന്റെ അമ്മയ്ക്ക് റെന്റ് വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടുപിടിച്ചത്. അത് നമ്മുടെ ഹീറോയാണ്. അപ്പൊ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോകും. അതായത് പഴയ കാലമാണ്. ക്ലാസ് റൂമിൽ നമ്മുടെ ഹീറോയിൻ ഇരുന്ന് പഠിക്കുമ്പോൾ ഹീറോയിന്റെ കൂട്ടുകാർ ഹീറോയിനെ അതും ഇതും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും. ഹീറോയിൻ എപ്പോഴും ഭയങ്കര പഠിത്തമാണ്, എപ്പോൾ നോക്കിയാലും പഠിത്തമാണ്, കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് കാണും. എന്നാൽ ഹീറോ ആണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കിട്ടുന്ന സമയം പഠിക്കുന്ന ആളാണ്. പക്ഷെ അവന് നല്ല മാർക്ക് കാണും. അവൻ കുറച്ചു നേരം പഠിച്ചാലും അവന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ അങ്ങനെയല്ല, ഫുൾ ടൈം പഠിത്തമാണ്. അപ്പൊ കൂട്ടുകാർ പറയും അവള് ബുൾഡോസർ പോലാണ്, എല്ലാം മറിച്ചിട്ടിട്ടാണ് പഠിക്കുന്നതെന്ന്. അങ്ങനെ അതൊരുത്തൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവനോട് ഹീറോയിൻ ദേഷ്യപ്പെടും. എനിക്ക് പഠിക്കണം, ശബ്ദം ഉണ്ടാക്കാതെ മാറി നിൽക്കണമെന്ന്. ഇതെല്ലാം കേട്ട് ഹീറോ ഭ്രാന്തെടുത്ത് പുറത്തിറങ്ങി വരുമ്പോൾ അവിടെ ബെറ്റ് വെക്കുകയാണ് ഓരോ കുട്ടികൾ, ഹീറോയാണോ ഹീറോയിൻ ആണോ ഈ പരീക്ഷയ്ക്ക് ഫസ്റ്റ് അടിക്കുന്നതെന്ന്. ഹീറോ ആകെ എന്താ പറയാ, അങ്ങ് നശിച്ചു പോയി, അങ്ങ് ഇല്ലാണ്ടായെന്ന് വിചാരിച്ചു കാണും. ഹീറോയ്ക്ക് ആകെ പേടിയായി തുടങ്ങി. ഇനി അവള് അവന്റെ സ്ഥാനം തട്ടിയെടുക്കുമെന്ന്. കുറച്ചാൾ കഴിയുമ്പം ഇവരുടെ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ റിസൾട്ട് വരുമ്പോൾ ഹീറോയ്ക്ക് ആകെ 2ാം സ്ഥാനമാണ്, ഹീറോയിനാണ് ഫസ്റ്റ് സ്ഥാനം. ഇത് കണ്ട് ഹീറോ കുഴഞ്ഞു വീഴും. കൂട്ടുകാരാണ് ഇവനെ ഫ്ലോറിൽ കൂടെ മെഡിക്കൽ റൂമിലോട്ട് എടുത്തോണ്ട് പോകുന്നത്. ഇവന് നടക്കാനൊന്നും പറ്റുന്നില്ല, കാലൊക്കെ കുഴഞ്ഞു പോയി. അത്രയ്ക്ക് പേടിച്ച് എന്താ പറയാ, ഉള്ളൊരു സ്ഥാനം നഷ്ടപ്പെട്ട് കുഴഞ്ഞു വീണുപോയി. ഹീറോ അവന്റെ കാലൊക്കെ ശരിയായി ഇച്ചിരി ജീവൻ തിരിച്ചു വന്നപ്പോൾ അതുവഴി നടന്നു പോകുമ്പോൾ ഓരോ കുട്ടികൾ ഇവനെ അതും ഇതും പറയാണ്. ഇവൻ കേൾക്കുക തന്നെ, അതായത് ജസ്റ്റ് ഒരു സ്ഥാനം മിസ്സായി പോയെന്ന് പറഞ്ഞിട്ട് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞിട്ട് ഇവൻ ആകെ എന്താ പറയാ, അങ്ങ് നശിച്ചു പോയി. അവൻ മാനം കെട്ടുപോയി. അത് കഴിഞ്ഞ് ഹീറോ ഹീറോയിനായിട്ട് മത്സരിക്കും. ഹീറോയിൻ ഓടിയല്ലേ വീട്ടിൽ പോകുന്നത്. അവനൊരു സ്കൂട്ടർ തന്നെ എടുത്തിട്ടുണ്ട്. ആ സ്കൂട്ടറിൽ ഉന്തിയാണ് അവൻ വീട്ടിൽ പോകുന്നത്. അതായത് ഈ സ്കേറ്റിംഗ് ബോർഡില്ലേ, അതിന്റെ സ്കൂട്ടർ ടൈപ്പ്. പിന്നീട് ഹീറോയിൻ മറ്റേ കോഫിയുടെ ഗുളിക കഴിക്കത്തില്ലേ, അത് കഴിക്കുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ കോഫി കുടിച്ചാലും മതി, എന്നാൽ ഇത് കഴിച്ചാലുള്ള പ്രയോജനം മൂത്രമൊഴിക്കാൻ പോണ്ട. ആ മൂത്രമൊഴിക്കാൻ പോകുന്ന സമയത്ത് അവൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. എന്നാൽ ഇവിടെ ഹീറോ അവൾ ഒരെണ്ണം കഴിക്കുമെങ്കിൽ ഞാൻ 2 കഴിക്കുമെന്നും പറഞ്ഞ് അത് 2 കഴിച്ചിട്ടിരുന്ന് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ബോർഡിൽ ഒരേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യും. എന്നാൽ ഫസ്റ്റ് ചെയ്ത് തരുന്നത് ഹീറോയാണ്. ഹീറോയിൻ ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അവളുടെ മുമ്പിൽ വന്ന് മാസ് കാണിച്ച് അവളുടെ ആൻസർ കൂടെ ഹീറോ എഴുതി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവൻ അവന്റെ സീറ്റിൽ പോയിരിക്കും. ഹീറോയിൻ ഒരുമാതിരി അങ്ങ് ആയിപ്പോയി. ഇങ്ങനെ അവൻ ഒരിക്കലും ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. വീണ്ടും അവൾക്ക് വാശി വരുവാണ്. ഇപ്പൊ വീട് പ്രസന്റിലോട്ട് വന്നാൽ ഹീറോയിൻ കൂട്ടുകാരെ വിളിച്ച് ഒരു റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട്. അവളുടെ ഡിപ്രഷന്റെ കാര്യം പറയാൻ നിൽക്കുമ്പോൾ അവൾ അതൊന്നും കേൾക്കുന്നില്ല. ഹീറോയിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഹീറോ നിന്റെ ഫസ്റ്റ് ലവ് ആണോ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോയിൻ പറയുന്നത് അവൻ എന്റെ ശത്രു ആണെന്നാണ്. അവള് ഡിപ്രഷന്റെ കാര്യം പറയുമ്പോൾ കൂട്ടുകാരി വിശ്വസിക്കുന്നില്ല. ഇക്കാലത്ത് എല്ലാവർക്കും ഡിപ്രഷനൊക്കെ ഉള്ളതല്ലേ എന്ന്. ഇവൾ ഇങ്ങനെ കളി തമാശയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ കൂടുതലൊന്നും പറയാനും പോയില്ല. നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ വീട്ടിലിരുന്നിട്ട് ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കോൺട്രാക്ട് എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഡിപ്പോസിറ്റ് കൊടുത്താൽ അത് തിരിച്ചു കിട്ടത്തില്ല. ഇവൻ ആകെ കടം കയറി നിൽക്കുകയാണ്. ഇനി പോയാൽ ഒന്നാമത് പൈസ ഇല്ല, ആ പൈസ കിട്ടത്തില്ല. വേറെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ പൈസ കൊടുക്കണം. ഈ വീട്ടിൽ കൊടുത്ത പൈസ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അവന് പോകാൻ വേറെ നിവൃത്തിയില്ല. പിന്നീട് ഹീറോ ഡിപ്പോസിറ്റ് കിട്ടത്തില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹീറോയിൻ അവളെ കൂട്ടുകാരെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഹീറോയിനെ വന്ന് കാണും. ഹീറോയിനോട് അവന്റെ അവസ്ഥ പറയും. അവൻ ഒരുപാട് കടത്തിലാണ്, 10 ബില്യണോടെ കടം
ഉണ്ടായിരുന്നു. എന്നാൽ കാറും വീടൊക്കെ വിറ്റിട്ട് 7 ബില്യണോളം കടം അടച്ചു തീർത്തു. ഇനി ആകെ 3 ബില്യൺ കൂടെ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിന്നെ പോലെ ഒരുത്തൻ ഇവിടെ താമസിച്ചെന്ന് പറഞ്ഞിട്ടും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വീട്ടിലോട്ട് പോകും. എന്നാൽ ഹീറോ അവളെ തെറി പറയും, മുറുമുറുത്തെ. എന്നാൽ ഇത് അങ്കിള് കേൾക്കുന്നുണ്ട്. അങ്കിൾ ഒരു കൊടുവാളുമായിട്ട് എവന്റെ അടുത്തോട്ട് വരും. എവൻ വിചാരിക്കും അങ്കിളിനെ പറഞ്ഞെന്ന് അങ്കിൾ വിചാരിച്ചാണോന്ന്. അങ്ങനെ നിങ്ങളെയല്ല ഇപ്പൊ പോയി ആ പെൺകുട്ടിയെ പറഞ്ഞെന്ന് പറയും. അപ്പൊ അങ്കിള് പറയും അതെന്റെ നീസാണ്, അതായത് മരുമോളാണെന്ന്. മരുമോൾ മീൻസ് അനിയത്തിയുടെയോ അല്ലെങ്കിൽ ചേച്ചിയുടെയോ മോള്. അതും പറഞ്ഞിട്ട് അയാൾ അകത്തോട്ട് കയറിപ്പോവും. ഈ അങ്കിളിനെ അവൻ തെറി പറയും, അതായത് ചുമ്മാ ജസ്റ്റ് എന്താ പറയാ മുറുമുറുക്കത്തില്ലേ അങ്ങനെ പറയും. അപ്പോഴായിരിക്കും അനിയൻ അങ്ങോട്ട് വരുന്നത്. അനിയൻ വരുമ്പോൾ ഇനി അനിയനെ പറഞ്ഞതാണോ എന്ന് ഹീറോ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ അനിയനോട് നിന്നെയല്ല ഇപ്പൊ പോയ അങ്കിളിനെയാ പറഞ്ഞെന്ന് പറയും. അപ്പൊ അനിയൻ പറയും അതെന്റെ അങ്കിളാണെന്ന്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത് ഹീറോയിന്റെ കുടുംബക്കാരാണ് ചുറ്റുമുള്ളതെന്ന്. ഇനി ഒന്നും വാ തുറന്ന് മിണ്ടാൻ പറ്റത്തില്ല. ഹീറോ പിന്നീട് വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് കയറുമ്പോൾ ഒരു തൊപ്പി വെച്ച ആൾ അവനെ നിരീക്ഷിക്കുന്നുണ്ട്. ആരാന്നറിയാൻ പാടില്ല. പിന്നീട് ഹീറോ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവന്റെ റൂമിന്റെ അടുത്തോട്ട് ആരോ വരുന്നുണ്ട്. അവൻ ആരോ വന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ലൈറ്റ് ഇടുന്നത്. ആരാ ലൈറ്റ് ഇട്ടെന്ന് അറിയാൻ പാടില്ല. ലൈറ്റ് ഇടും. ഹീറോ അയാൾ പോകുന്നത് കാണും. ചെന്ന് നോക്കുമ്പോൾ അയാളെ കാണാനില്ല. പെട്ടെന്ന് തന്നെ അവന്റെ മൈൻഡിലോട്ട് ആ ലേഡിയെ ചികിത്സിച്ചതും അവർ രക്തം വാർന്ന് മരിച്ചതും ഓർമ്മ വരും. അവൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്രയും നേരം കണ്ടത് സ്വപ്നം മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹീറോ വർക്കൗട്ട് ചെയ്യാൻ പോകും. അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ ഇങ്ങനെ ഒരു പാലം നേരിട്ട് കണ്ടിട്ടില്ല. ഇത്രയും നീളത്തിൽ പണിഞ്ഞു വെച്ചേക്ക് നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. അതിൽ കൂടാണ് ഓടി പോകുന്നത്. ഓടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അങ്കിള് ഒരു തോർത്തെടുത്ത് കുടയും. എന്നാൽ അത് ചെന്ന് അടിക്കുന്നത് ഹീറോന്റെ കണ്ണിലാണ്. അങ്കിൾ അവനോട് സോറി പറയും. ഇന്നലത്തെ വൈരാഗ്യത്തിൽ കിട്ടിയതാണോ എന്ന് വിചാരിച്ച് ഹീറോ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോകും. പിന്നീട് മറ്റേ അസൂയുള്ള ഡോക്ടറിനെ കാണിക്കുകയാണ്. അയാളുടെ ക്ലിനിക്കിൽ ആരും വരാറില്ല. അതുകൊണ്ട് തന്നെ ഒരു പേന എത്രമാത്രം എഴുതിയാലാണ് തീരുന്നതെന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കുകയാണ്. അങ്ങനെ ഓരോ മണ്ടൻ ചോദ്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും നേഴ്സ് ഒരു പെൺകുട്ടിയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നത്. എന്തോ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ക്ലിനിക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. എന്നാൽ ഇയാൾ വലിയൊരു ഫ്ലെക്സ് തന്നെ പുറത്തു വെച്ചിട്ടുണ്ട് ഇയാളുടെ ഫോട്ടോയിൽ. എന്നാൽ അത് കണ്ടിട്ടൊന്നും ആരും വരുന്നില്ല. ഇവർ വന്നിട്ട് ഓരോ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഈ ഡോക്ടറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ഇതിനകത്ത് അസുഖത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ക്ലിനിക്കിനെ പറ്റിയോ ഒന്നുമല്ല ഇട്ടേക്കുന്നത്. എങ്ങനെ കുക്ക് ചെയ്യാം, ഫുഡ് ബാക്കി എന്നാൽ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഓരോ വീഡിയോകളൊക്കെയാണ് ഇട്ടേക്കുന്നത്. അതൊക്കെ മാറ്റി നന്നായിട്ട് വീഡിയോ ചെയ്യാൻ ഈ നേഴ്സും കൂടെ വന്ന ആ കുട്ടിയും പറയും. അതുപോലെ തന്നെ ഈ ഡോക്ടറിന് നമ്മുടെ ഹീറോനോട് ഒരു അസൂയയില്ലേ, അതെന്താന്ന് ഡോക്ടറിന് എന്തോ ഒരു റീസൺ ഉണ്ട്. അതിപ്പം നമ്മളെ കാണിക്കുന്നില്ല. ഈ നേരം നമ്മുടെ ഹീറോ വേറെ വീട് നോക്കാനായിട്ട് ഒരു വീട്ടിൽ വരും. അവിടെ 2 ലേഡികളും ഉണ്ട്. ആ ലേഡികൾക്ക് ഹീറോ ആരാന്ന് മനസ്സിലാവും. ഹീറോ വൈറലായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇപ്പൊ കുറെ അധികം പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ. അതുകൊണ്ട് തന്നെ ആ ലേഡികൾ പറയും നമ്മൾ ആലോചിച്ചിട്ട് നിന്നെ വിളിക്കാന്ന്. പിന്നീട് ഹീറോ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് അവന്റെ കൂട്ടുകാരൻ ഡോക്ടറിനെ കാണാനായിട്ട്. പോകുന്ന വഴിക്ക് ഉള്ള ആൾക്കാരെല്ലാരും അവനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഇതാ ഡോക്ടറിലെ ആ സ്ത്രീയെ കൊന്നേന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരനെ ചെന്ന് കണ്ടിട്ട് ചോദിക്കുന്നതാവട്ടെ അവന്റെ ക്ലിനിക്കിൽ ഒരാൾ ജോലി ചെയ്തില്ലേ, അതായത് ആ രോഗി മരിക്കാൻ നേരത്ത് കൂളായിട്ട് ആക്ട് ചെയ്ത ഒരാള്, അയാളെ പറ്റിയാണ്. അയാൾ ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 2 മാസം ആവുന്നേ ഉള്ളൂ. ഹീറോ ആരാന്ന് പോലും അന്വേഷിക്കാതെയാണ് അയാളെ ജോലിക്ക് എടുത്തത്. അയാൾ ഏത് സിറ്റുവേഷനിലും നല്ല കൂളായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യലൈസ് ആയിട്ടില്ല. മീൻസ് ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ അങ്ങനെ ഒന്നുമില്ല. സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഇതെല്ലാം കൂട്ടുകാരൻ ഡോക്ടർ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഹീറോന്റെ ഫോണിൽ മെസ്സേജ് വന്നു കഴിഞ്ഞു. അതായത് ആ 2 ലേഡികൾ അവനെ അവിടെ താമസിപ്പിക്കാൻ റെഡിയല്ല എന്ന്. ഇനി അവൻ ആ ലേഡീനെ കൊന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പേടിയിലാണ് മറ്റേ ആ 2 ലേഡികൾ അവനെ താമസിപ്പിക്കാൻ അവിടെ റെഡിയാവാത്തത്. കൂട്ടുകാരനും ഹീറോയും അവിടെ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ അതുവഴി പോകുന്നത്. കൂട്ടുകാരൻ ചോദിക്കും നിന്റെ ഫസ്റ്റ് ലവ് അല്ലയോ പോകുന്നതെന്ന്. എന്നാൽ ഹീറോന്റെ ഫസ്റ്റ് ലവ് ഒന്നും അല്ലല്ലോ. എന്തായാലും ഹീറോയിന്റെ പിറകെ ചെല്ലും. അവളുടെ പിറകെ ചെന്നിട്ട് വഴക്ക് കൂടുകയാണ്. പണ്ടത്തെ സ്കൂളിലെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വഴക്ക് കൂടുന്നത്. ഞാനാണ് ആ മാത്സ് പ്രോബ്ലം ചെയ്തത്, നീയല്ല ചെയ്തത്, ഞാനാണ് ബുദ്ധിമാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ വഴക്കുണ്ടാക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നത്. അതായത് സൈക്കോളജിസ്റ്റിനെ ഒന്നും കൂടെ വന്ന് കാണണമെന്ന്. മരുന്ന് കൊടുക്കാനായിരിക്കും, അല്ലാതെ എന്തിനാ. ഹീറോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹീറോനെ ഇങ്ങനെ പെരുമാറുവാണെങ്കിൽ വീട്ടിൽ താമസിപ്പിക്കത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ പറയും നിനക്കുള്ളതെല്ലാം എപ്പം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകും, എന്നെ കണക്കാവാം, അതുകൊണ്ട് ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന്. ഇതും പറഞ്ഞിട്ട് ഹീറോ സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് ഹീറോയിൻ അവളുടെ സീനിയർ ഡോക്ടറിനെ വന്ന് കാണും. ഈ സീനിയർ ഡോക്ടർ വീണ്ടും അവളെ അപമാനിച്ച് സംസാരിക്കുകയാണ്. നീ എഴുതുന്നതെല്ലാം പൊട്ടത്തെറ്റാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപമാനിച്ച് സംസാരിക്കുകയാണ്. ഈ പേപ്പറൊക്കെ വലിച്ചെറിയുന്ന സമയത്ത് അവളുടെ മുഖത്ത് ഒരു മുറിവുണ്ടാക്കുന്നുണ്ട് ഈ നാറി. ഈ പേപ്പർ എന്ന് പറഞ്ഞ സാധനം സിമ്പിൾ ആണെങ്കിലും അത് നല്ല മൂർച്ചയുള്ളതാണ്. അത് കൈയൊക്കെ മുറിക്കാൻ പറ്റും. എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോഴായിരിക്കും ഒരു നേഴ്സ് വന്ന് പറയുന്നത് ഏതൊരു വലിയ പുള്ളിയുടെ മോൾക്ക് പ്രഗ്നൻസിക്ക് അർജന്റ് ആണ്, ഡെലിവറി ആവാറായിട്ടുണ്ട്, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് വരണമെന്ന്. ഈ ഡോക്ടറിന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനെ വിളിക്കും. എന്നാൽ ഹീറോയിൻ വരത്തില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും അവളൊരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ റൂമിൽ ചെല്ലും. മറ്റേ ആ ഡോക്ടറിന് സിറിഞ്ച് നേരെ ചൊവ്വേ കുത്താൻ അറിയത്തില്ല. നരമ്പ് കിട്ടുന്നില്ല. നരമ്പിൽ കുത്താൻ നോക്കുമെങ്കിലും നരമ്പിൽ കൊള്ളുന്നില്ല. പകരം ആ കയ്യിലെല്ലാം കുത്തി ഓട്ട ഇട്ട് വയ്ക്കുകയാണ്. അതിൽ നിന്ന് ചോര കുടുകിടാന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ
ഹീറോയിൻ കറക്റ്റ് ആയിട്ട് നരമ്പൊക്കെ കണ്ടുപിടിച്ച് പ്രൊഫഷണലായിട്ട് അത് സെറ്റ് ചെയ്ത് വയ്ക്കും. ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ പുറത്തിറങ്ങി വരുമ്പോൾ വേറൊരു ലേഡി ഡോക്ടർ വന്ന് പറയും ആ ലേഡി ഡോക്ടറിന്റെ അസൈൻമെന്റ് ഇന്ന് രാത്രിക്കുള്ളിൽ എഴുതി തീർക്കണമെന്ന്. ഹീറോയിൻ ആകെ തകർന്നു പോവും. അവൾക്ക് നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ട്. അവൾ അങ്ങനെ നിൽക്കുകയാണ് അവിടെ തകർന്നു പോയിട്ട്. ഒരു മനുഷ്യൻ എത്രയെന്ന് പറഞ്ഞ് പണിയെടുക്കും. പിറ്റേന്ന് ഹീറോയിൻ സൈക്കോളജി ഡോക്ടറിനെ വന്ന് കാണും. എന്നിട്ട് അയാളോട് കാര്യം പറയും, അതായത് ഇങ്ങനെ ഒരു ഹൃദയവേദന വന്നെന്ന്. അതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് മടുത്തുപോയി. പക്ഷെ അവൾക്കത് മനസ്സിലായില്ല. കുറെ നാള് ഒരേ കാര്യം തന്നെ വർക്ക് ചെയ്ത് ഇപ്പൊ അവള് ഡിപ്രഷനിലോട്ട് തെന്നി മാറി. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം, എന്നാലേ ഇതിനൊരു ക്യൂർ കിട്ടത്തുള്ളൂ. ഇനി ഒരു പണിയും ചെയ്യാതെ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം. അപ്പൊ അവളുടെ മെന്റൽ സ്റ്റേറ്റ് ഒക്കെ പഴയതുപോലെ ആയിക്കോളൂ എന്ന് ഡോക്ടർ പറയും. ഹീറോയിന് റെസ്റ്റ് എടുക്കാൻ വേറെ വഴിയില്ല. അവളൊരു ഡോക്ടറാണ്, വീണ്ടും പണിയെടുത്തേ പറ്റത്തുള്ളൂ. പിന്നീട് ഹീറോയിന്റെ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ അവൾക്കൊരു കോള് വരും. ചെന്ന് നോക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു ലേഡിയുടെ അടുത്ത് പോയില്ലായിരുന്നോ, ആ ലേഡിയുടെ അമ്മയാണ് വിളിക്കുന്നത്. ആ ലേഡിയുടെ കയ്യിലെല്ലാം കുത്തി ഓട്ടയിട്ട് വെച്ചിട്ടുണ്ട് മറ്റേ ഡോക്ടർ. എന്നാൽ ആ ഡോക്ടർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ കുറ്റം ഹീറോയിന്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ക്ഷമ ചോദിക്കാൻ പറയും. അങ്ങനെ ഹീറോയിൻ അവൾ ചെയ്യാത്ത തെറ്റിന് കുമ്പിട്ട് ക്ഷമ ചോദിക്കുകയാണ് അവരോട്. പിന്നീട് ഈ സീനിയർ ഡോക്ടർ ഹീറോയിനെയും വിളിച്ചുകൊണ്ട് ഹീറോയിന്റെ റൂമിൽ വരും. ഇയാളെ അടുത്ത മാസം എന്തോ പ്രൊമോഷൻ അങ്ങോട്ട് കിട്ടാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് ഇത് ഏറ്റെടുക്കാൻ പറയും. അവളോട് മോശമായിട്ട് പെരുമാറും. എന്താ അപമാനിച്ച് എങ്ങനെ സംസാരിക്കും. സീനിയർ ഡോക്ടർ പറയും, നീ അവരോട് കുറ്റം ഏറ്റെടുത്തിട്ട് അവരോട് സോറി പറയണം. അതുമല്ല നീ അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കണമെന്ന്. ഇതൊക്കെ എന്താണ്? ഹീറോയിൻ ഇതൊന്നും ചെയ്യാൻ മനസ്സില്ല. അതുകൊണ്ട് തന്നെ അവള് പറയും, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ ഈ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് അവളെ വന്ന് തൊഴിയും. കാലിലെ നല്ല തൊഴി വെച്ചു കൊടുക്കും. എന്നാൽ ഹീറോയിൻ ഇതും ഇഷ്ടപ്പെടത്തില്ല. അവള് തിരിച്ച് തൊഴിച്ച് ഡോക്ടറിനെ തറയിൽ അടിച്ചിട്ട് എനിക്ക് നീ ഡോക്ടർ ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. മറ്റേ ഡോക്ടർ വിളിച്ചു പറയുന്നുണ്ട്, ഇനി നീ മേലാൽ ഒരു ക്ലിനിക്കിലും വർക്ക് ചെയ്യത്തില്ല, ഒരു ഹോസ്പിറ്റലിലും കാല് കുത്തത്തില്ല, ഇനി ഈ ഫീൽഡിലോട്ട് നീ തിരിച്ചു വരത്തില്ല, അതിനുള്ള പണിയെല്ലാം ഞാൻ ചെയ്തു വെച്ചോളാന്ന്. അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒന്നാമത് ഡിപ്രഷൻ കയറി നിൽക്കുകയാണ്. ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ആ ഡോക്ടറിനെ അടിച്ചിട്ടിട്ട്. അല്ലെങ്കിൽ അങ്ങേർക്ക് ഒരെണ്ണം കിട്ടാനുള്ളതായിരുന്നു. ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ അടി നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ആ റൂമിന്റെ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. ഓരോ ആൾക്കാരുടെ ഫോണിലോട്ടും ഹീറോയിൻ ആ ഡോക്ടറിനെ ചവിട്ടിയിട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് പോകുന്നുണ്ട്. എല്ലാവരും ഇത് അറിയുന്നുണ്ട്. ഹീറോയിൻ മരണമാസമായിട്ട് പുറത്തിറങ്ങി നടന്നു പോകും. ഇനി ഈ ജോലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത്രയും സ്ട്രെസ് എടുത്തിട്ട് ജോലി ചെയ്യുന്ന എന്തിനാണ്? മനുഷ്യനല്ലേ, ജീവിക്കണ്ടേ? ജോലി മാത്രം മതിയോ? ചുമ്മാ. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഈ നേരമെല്ലാം ഹീറോയിന്റെ അമ്മ കടയിൽ വരുന്ന ആൾക്കാരോട് എന്റെ മോൾ ഒരു ഡോക്ടറാണ്, അടുത്ത മാസം പ്രൊമോട്ട് ആവും, അവൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പൊങ്ങി നിൽക്കാണ്. ഇതൊക്കെ അറിഞ്ഞ് അമ്മ ആകെ തകർന്നു പോകും. എന്തായാലും ഹീറോയിൻ ഇതെല്ലാം വിട്ട് വീട്ടിന്റെ അങ്ങോട്ട് നടന്നു വരുമ്പോൾ കൂട്ടുകാരി വന്ന് ഹീറോയിനെ കാണും. എന്ത് പരിപാടിയാടി നീ കാണിച്ചത്? ജോലിയെല്ലാം വിട്ടെറിഞ്ഞ് പ്രൊഫസറിനെ അടിച്ചിട്ട് പുറത്തിറങ്ങി വന്നു എന്ന് ഇവള് ഉറക്കെ വിളിച്ച് പറയും. അപ്പോഴായിരിക്കും അമ്മ പുറത്തോട്ടിറങ്ങി വരുന്നത്. അമ്മ ഇത് കേൾക്കും. അമ്മ പിണങ്ങി മണ്ടയിലെ റൂമിൽ ചെല്ലും. ഹീറോയിൻ ആകെ ടെൻഷനായിട്ട് അമ്മയുടെ പിറകെ ആ റൂമിൽ ചെല്ലുമ്പോൾ അമ്മയാണെങ്കിൽ ഒരുമാതിരി സംസാരിക്കുകയാണ്. നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഇങ്ങനെ ജോലി കളയാനാണോ? നിനക്ക് ഞാൻ എന്ത് കുറവാടി വരുത്തിയിട്ടുള്ളത്? എന്നിട്ട് നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ഹീറോയിൻ ആകെ ദേഷ്യം വരും. ഹീറോയിൻ ഇത്രയും ഡിപ്രഷൻ അടിച്ച് വന്നിട്ട് അവളുടെ അമ്മ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആ ജോലി, അതായത് ഈ ഡോക്ടർ ജോലി എന്തോ ഒരു മഹിമയാണെന്നാണ് അമ്മ പറയുന്നത്. എന്തോ ദൈവത്തിന് തുല്യമാണെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് ഇത് വിട്ടറിയാൻ പാടില്ല, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെ ഓരോ വർത്തമാനം പറയാണ്. ഹീറോയിൻ ഡിപ്രഷൻ അടിച്ചിട്ട് അമ്മയോട് പറയും, നിങ്ങൾക്കറിയാമോ എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നുള്ള കാര്യം? എനിക്ക് ഒരുപാട് വട്ടം സൂയിസൈഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് മോളെയല്ല വേണ്ടത്, അവരുടെ ജോലിയാണ് വേണ്ടത്, അഭിമാനമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി പോകും. അമ്മയ്ക്കും ആകെ സങ്കടവും. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ അവൾക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഇല്ല, അത് കണക്കാണ് അമ്മ അവളെ വളർത്തിയെന്നാണ്. എന്താ അവൾക്ക് അസുഖം വന്നുകൂടാ, ഡിപ്രഷൻ വന്നുകൂടാ, അതെന്താ അങ്ങനെ? ഇതെല്ലാം കേട്ടുകൊണ്ട് ഹീറോ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേട്ടത്. രാത്രിയായിട്ടും ഹീറോയിൻ വീട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയും അങ്കിളും ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുമ്പോൾ അനിയൻ അങ്ങോട്ട് കയറി വരും. അനിയനും ഹീറോയിനെ തപ്പി ഇറങ്ങിയതാണ്. അനിയൻ വന്നിട്ട് അമ്മയോട് പറയും, ഞാൻ ചേച്ചിയുടെ ബാഗ് തപ്പി നോക്കിയായിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ എനിക്ക് ബാഗിൽ നിന്ന് കിട്ടിയത് കുറെ അധികം മെഡിസിൻസ് ആണ്. ആ മെഡിസിൻസ് എല്ലാം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതെല്ലാം ഡിപ്രഷന്റെ മരുന്നുകളാണെന്ന്. പിന്നീട് ഹീറോയിൻ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഹീറോയിൻ അതുവഴി നടന്നു വരും. ഹീറോയിനോട് ചോദിക്കും, നമുക്ക് ഒരുമിച്ച് വരുന്ന ബിയർ കഴിച്ചാലോ എന്ന്. എന്നാൽ ഹീറോയിൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ അവളുടെ ഫോണിലോട്ട് അമ്മ വിളിക്കും. എന്നാൽ അവൾ എടുക്കത്തില്ല. ഹീറോ അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് വിഷമങ്ങൾ പങ്കിടാനുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ വരാൻ. ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോയിന് ഒരുപാട് വിഷമമുണ്ട്, അതുകൊണ്ട് തന്നെ ബിയർ കഴിച്ചാൽ ഹീറോയിന്റെ വിഷമങ്ങളെല്ലാം മാറുന്നു. ആ മനുഷ്യത്വം തോന്നിയിട്ടാണ് അവന്റെ പേരും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചത്. ഇവർ രണ്ടുപേരും കൂടെ നേരെ ഒരു കടയിൽ ചെല്ലും ബിയർ കുടിക്കാനായിട്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇന്നാണ് അവന്റെ റീയൂണിയൻ. അവിടെ അവന്റെ കൂട്ടുകാരൊക്കെ ഇരിപ്പുണ്ട്. അവന്റെ കൂട്ടുകാര് ഹീറോനെ വിളിച്ച് അവിടെ ഇരുത്തും. എന്നാൽ അവിടെ ഒരു ചൊറിയൻ ഡോക്ടറുണ്ട്. എന്താ ഒരുമാതിരി ചൊറിഞ്ഞ രീതിയിൽ പെരുമാറുകയാണ്. ഹീറോ മണ്ടേന്ന് താഴെ വന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ചൊറിയുന്നുണ്ട്. ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹീറോയിനും കൂടെ ഉണ്ട്. ഹീറോയിനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹീറോയിനും പിറകെ ഇറങ്ങി ചെല്ലും. ഇവനൊരു കുഞ്ഞു കൂട്ടുകാരനുണ്ട്. അവനെ പിടിച്ചു നിർത്തും പോണ്ടാന്ന് പറഞ്ഞിട്ട്. എന്നാൽ വേറൊരു കൂട്ടുകാരൻ പറയും, മറ്റവൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇതെല്ലാം നീ ചെയ്ത കാര്യമല്ലേ എന്ന്. എന്നാൽ അവന്റെ കൂട്ടുകാർ പോലും അവനെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ
രണ്ട് കൂട്ടുകാര് ഹീറോയ്ക്ക് വേണ്ടി ജോലി വിട്ടതാണ്, അതായത് യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന്മാർ കടത്തിൽ നിൽക്കുകയാണ്. അതായത് അവന്മാരിപ്പം ഭയങ്കരമായിട്ട് കടത്തിലാണ്. അതെല്ലാം ഹീറോനെ കാരണമാണെന്നാണ് അവന്മാര് പറയുന്നത്. അവന്മാരല്ല മറ്റേ അവൻ പറയുന്നത്. അതിൽ കുഞ്ഞു ഡോക്ടർ ഹീറോനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന്മാർ രണ്ടുപേരും ഹീറോയ്ക്ക് വരുന്ന അഡ്വർടൈസ്മെന്റിന്റെ പൈസ എല്ലാം അടിച്ചു മാറ്റുമായിരുന്നു. ഇത് ഹീറോയ്ക്ക് അറിഞ്ഞിട്ടും അവൻ അവരോട് ചോദിച്ചിട്ടില്ല. ഹീറോ വിചാരിച്ചത് ഇവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ടെന്നാണ്. അവൻ ഇപ്പൊ അത് കൂട്ടുകാരോട് പറയും, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ട് എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, നിങ്ങൾ നന്നായി വരുമെന്ന് അവരോട് മനസ്സമാധാനത്തോടെ പറഞ്ഞിട്ട് ഹീറോ തിരിച്ചു നടന്നു പോകും. ഹീറോയിൻ അവന്റെ പിറകെ ഫോളോ ചെയ്ത് ചെല്ലും. ഹീറോ ഇപ്പൊ ആകെ കുടുങ്ങി നിൽക്കുകയാണെന്ന് ഹീറോയിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ പിറകെ ഫോളോ ചെയ്ത് ചെല്ലും. ഹീറോയിൻ ഫോളോ ചെയ്ത് ചെല്ലുമ്പോൾ നീ എന്തിനാ എന്റെ പിറകെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് ചോദിക്കും. നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിലോട്ടല്ലേ പോകുന്നതെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കും. എന്നാ പിന്നെ നമുക്ക് ഒരു ബിയർ കഴിച്ചാലോ എന്നും പറഞ്ഞ് ഹീറോയിനെയും വിളിച്ച് വേറൊരു കടയിൽ വരും. അവിടെ ഇരുന്ന് ഇവർ രണ്ടുപേരും ഇരുന്ന് ബിയർ കുടിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇവർ ഓരോ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കോമ്പറ്റീഷനെ പറ്റിയാണ്. ഈ കള്ള ആര് കൂടുതൽ കുടിക്കുമെന്നാണ് ഇവിടത്തെ കോമ്പറ്റീഷൻ. അതും പറഞ്ഞ് രണ്ടും കൂടുതൽ കുടിക്കുകയാണ്. ഹീറോയിൻ ഒരു കുടിയെത്തി കൂട്ടുകാരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹീറോയിൻ, ഈ പഠിപ്പിസ്റ്റായിട്ടുള്ള ഹീറോയിൻ, കുടിക്കാൻ തുടങ്ങിയത്. ഹീറോ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഹീറോയിന് വിശ്വാസമുണ്ട്. ഹീറോ ഒരു മണ്ടനാണെങ്കിലും അവൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൻ അവളോട് മോശമായിട്ട് പെരുമാറുമെങ്കിലും അവളെ കളിയാക്കി സംസാരിക്കെങ്കിലും ഹീറോ ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാൻ തുനിയത്തില്ല എന്ന് ഹീറോയിന് ഉറപ്പുണ്ട്. അത് അവനോട് പറയും. ഹീറോ ആണെങ്കിൽ ആകെ വിഷമിച്ചു പോകും. ഒരാളെങ്കിലും അവനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഹീറോയിന്റെ ഡിപ്രഷന്റെ കാര്യം ഹീറോയിന്റെ അടുത്ത് പറയും. അതായത് അവൾക്ക് ഡിപ്രഷൻ ആണെന്നാണ് പറഞ്ഞതെന്ന്. എന്നാൽ അവൾക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഈ നേരം എല്ലാം ഹീറോയിന്റെ അമ്മ അവളുടെ റൂമിൽ വന്നിരുന്നിട്ട് അവളുടെ മരുന്നും കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, എന്റെ മോളോട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ നേരം ഹീറോയിനും ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കറുത്ത സ്യൂട്ടിട്ട ഒരാൾ ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് പേടിക്കും. ഇനി അവനെ കൊല്ലാനെങ്ങാണം ആൾക്കാർ വാടക കൊണ്ട് എടുത്തതാണോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവനൊന്ന് അലറി വിളിക്കും. ഹീറോയിൻ ചോദിക്കും, നീ എന്തിനാ പേടിക്കണേന്ന്. അവനുള്ള കാര്യം തുറന്നു പറയും. അതായത് ഇപ്പൊ അവനെ കൊല്ലാനായിട്ട് ആൾക്കാരെങ്ങനെ വന്നാലോ ആ ഉള്ളൊരു പേടി അവളോട് പറയും. പിന്നീട് അവിടെ വെച്ച് നെറ്റിയിൽ കൊട്ടി കളിച്ചാലോ എന്ന് ചോദിക്കും. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടൂലേ തലയിൽ നോക്കിയിട്ട് നെറ്റിയിൽ. ആദ്യം ഹീറോയിന്റെ ടേൺ ആണ്. ഹീറോയിന്റെ നെറ്റിയിൽ അടിച്ച് തറയിലിടും. അത് കഴിഞ്ഞ് ഹീറോയിന്റെ നെറ്റിയിൽ അടിക്കാൻ വരുമ്പോഴേക്കും ഹീറോയിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. അമ്മ അയച്ച മെസ്സേജ് ആണ്, എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു മോളെയാണ് വേണ്ടത്, അല്ലാതെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോളെയല്ല എന്ന്. അതായത് അമ്മയ്ക്ക് മനസ്സിലായി അവളെ കൊണ്ട് ഇത് പറ്റില്ല, ഇത്രയും സ്ട്രെസ് എടുത്തിട്ട് ജോലി ചെയ്യേണ്ട കാര്യമില്ല, മനസ്സമാധാനമാണ് വലുതെന്ന്. ഇത് കണ്ടിട്ട് ഹീറോയിൻ അവിടെ ഇരുന്ന് കരയും. ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്തിനാ കരയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോ അവളെ അടിക്കുന്നില്ല. പകരം അവൻ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഹീറോയിന്റെ കരച്ചിൽ കണ്ടിട്ട് ഹീറോയ്ക്കും കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പൊട്ടി കരയും. അവസാനം രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയും. ഇതും കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.